ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുന്റെ പേര് മനാഫ് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ഇന്നലെ കുടുംബം ആരോപിച്ചതിനു പിന്നാലെ ലോറിയുടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിലേക്കുള്ള സബ്സ്ക്രൈബർമാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ 11,000 ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 2,60,000 മുകളിലാണ് എത്തി നിൽക്കുന്നത്. എന്നാൽ രക്ഷാപ്രവർത്തനം നിന്നുപോയ ഘട്ടത്തിൽ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുവാനായിരുന്നു താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് മനാഫ് പറയുന്നു. കൂടാതെ വിഷയത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെടാതിരിക്കുവാനും തനിക്കുണ്ടായ ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടുവാനുമുള്ള മാർഗമായിരുന്നു ചാനലെന്നും മനാഫ് കൂട്ടിച്ചേർത്തു. ഇതൊരു 3 ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയിനു. ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമപ്രവർത്തകർ ഇല്ലാത്ത സമയത്ത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം, അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് ഇനി അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് എൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലും ആയിരുന്നു തുടങ്ങിയത്. മൂന്നാമത്തെ വിഷയം, ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം ഞാൻ ഒറ്റക്കാണ്. ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത്. പിന്നെ നാലാമത്തെ കാര്യം, യൂട്യൂബ് ചാനൽ, അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ. ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. അതിപ്പോൾ ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിന് ഇടാം, അത് വേറെ വിഷയം. എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ട് ഇട്ട് എന്നുള്ളത്. അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ്, അത് വ്യക്തമാക്കുകയാണ്. ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് എങ്ങനെ ലൈവ് ഇടുക എന്നുള്ളത്. അതായത് ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലും ആയിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പണം കിട്ടണമെങ്കിൽ യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം. ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനൽ എൻ്റെത് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2,50,000 മുകളിൽ ആയി. ഗംഗാവലിപ്പുഴയിൽ ലോറിക്കൊപ്പം അർജുനെയും കാണാതായി 32-ാം ദിവസം തികയുമ്പോഴാണ് ലോറിയുടമ മനാഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പിന്നീട് പല തവണകളായി മനാഫ് 15 വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ 18ഓളം തവണകളായി പോയ ലൈവുകളുമുണ്ട്. എന്നാൽ യൂട്യൂബ് തുടങ്ങുവാനുള്ള നിർദ്ദേശം നൽകിയത് മാധ്യമപ്രവർത്തകരാണെന്നാണ് മനാഫിന്റെ പക്ഷം. അതേസമയം അർജുന്റെ പേരിൽ മനാഫ് പണപ്പിരിവ് നടത്തുന്നതായും കുടുംബത്തിന്റെ ആരോപണമുണ്ടായിരുന്നു. ബുധനാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ, അച്ഛൻ പ്രേമൻ, അമ്മ ഷീല, സഹോദരി അഞ്ജു, അഭിരാമി, സഹോദരൻ അഭിജിത്ത് എന്നിവർ മാധ്യമങ്ങളോട് സംസാരിച്ചു. അർജുനെ കണ്ടെത്തിയ ശേഷം മനാഫിന്റെ പേര് കുടുംബം എവിടെയും പരാമർശിച്ചില്ലെന്ന പേരിൽ സൈബർ ഇടങ്ങളിൽ തങ്ങൾക്കെതിരെ വ്യാപക ആക്രമണം നടക്കുന്നതായും കുടുംബം വെളിപ്പെടുത്തിയിരുന്നു. മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുമ്പോൾ മനാഫ് അർജുന്റെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി സാഹചര്യം മുതലെടുത്തെന്നും ആരോപണത്തിലുണ്ടായിരുന്നു. അർജുന്റെ ചിത്രം ചാനലിൽ കൊടുത്തതാണ് കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്നും താൻ അത് നീക്കം ചെയ്തെന്നുമാണ് മനാഫ് ആരോപണങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയാം. യൂട്യൂബ് ചാനൽ അവർക്ക് ബുദ്ധിമുട്ട് അർജുന്റെ ഫോട്ടോ വെച്ച് എന്നുള്ളതാണ്. അത് ഞാൻ മാറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല. 13 ദിവസം മുൻപാണ് മനാഫ് അവസാനമായി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പടച്ചവനെ നീ കൂടെ വേണം, അർജുനെ കിട്ടാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നായിരുന്നു അവസാന വീഡിയോയുടെ തലക്കെട്ട്. എന്നാൽ അർജുന്റെ കുടുംബം നടത്തിയ പ്രസ് മീറ്റിന് മുമ്പ് വരെ തുച്ഛമായ കാഴ്ചക്കാർ മാത്രമുണ്ടായിരുന്ന ഈ വീഡിയോയ്ക്ക് ഇതിനോടകം 2,00,000-ലേറെ കാഴ്ചക്കാരെ നേടാൻ സാധിച്ചു. മറ്റു വീഡിയോകളിലും കാഴ്ചക്കാരുടെ എണ്ണം ആനുപാതികമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ താൻ അർജുനെ കണ്ടെത്തുന്നതോടെ യൂട്യൂബ് ചാനൽ ഉപേക്ഷിച്ചതാണെന്നും എന്നാൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ ചാനൽ ഭാവിയിൽ സജീവമാക്കിയേക്കാമെന്നും മനാഫ് പറയുന്നു. പക്ഷേ യൂട്യൂബ് ചാനലിന്റെ കാര്യത്തിൽ മാത്രമല്ല, അർജുന്റെ അമ്മയുടെ വൈകാരികത മനാഫ് ഉപയോഗിച്ചുവെന്നും കുടുംബവുമായി യാതൊരു അടുപ്പമില്ലാതിരുന്നിട്ടും തങ്ങളെ ഉൾപ്പെടുത്തി മനാഫ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കള്ളങ്ങൾ പ്രചരിപ്പിച്ചു. കൂടാതെ അർജുന്റെ കുട്ടിയെ താൻ ഏറ്റെടുക്കുമെന്നും മനാഫ് പ്രസ്താവന നടത്തിയിരുന്നു.
പക്ഷേ ഇതെല്ലാം തങ്ങൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കുടുംബത്തെ വേദനിപ്പിക്കുന്നതായും അർജുന്റെ സഹോദരി ഭർത്താവ് ചൂണ്ടിക്കാട്ടി. ഒരുപാട് സൈബർ അറ്റാക്ക് ഇപ്പോൾ ഞങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് ഈ തിരച്ചിൽ മാറിയപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാർക്കെല്ലാം ഞങ്ങൾ നന്ദി പറഞ്ഞതുകൊണ്ട്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും അതിരൂക്ഷമായ സൈബർ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല യൂട്യൂബ് ചാനലുകളിലും. മുഖ്യധാര മാധ്യമങ്ങളിലും അതിൽ കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും. ആ ലൈവിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പേര് ഞങ്ങൾ ആക്ഷേപിക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള കമൻ്റ് ഇടുകയും, ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനുഷ്യത്വം എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എന്ത് മനസ്സുഖമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് ഞങ്ങൾ മനസ്സിലാകുന്നില്ല. അതിൽ പിന്നെ മുഖ്യമായിട്ടൊരു ഘടകമുണ്ട്. ഇതിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ കൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെയാണ് നടന്നു പോകുന്ന സംഭവം. അർജുന് 75,000 രൂപ സാലറി ഉണ്ട്. ആ 75,000 രൂപ സാലറി കിട്ടിയിട്ട് പോലും അവന് ജീവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അടിയിൽ അതൊരു പിന്നെ ശരിയായ കാര്യമല്ല, അതൊരു തെറ്റായ കാര്യമാണ്. അത് ആ വ്യക്തി പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 75,000 രൂപ ഇന്നേ വരെ ഒരു മാസം അവന് കിട്ടിയതായിട്ട് അറിവില്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷ്ണപ്രിയ അറിയാം, അച്ഛനാണെങ്കിൽ അമ്മയ്ക്കാണെങ്കിൽ എല്ലാവർക്കും ആ കാര്യം അറിയാം. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ നേരിട്ട് അതിൻ്റെ അടിയിലുള്ള രൂക്ഷമായിട്ടില്ല, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് അതിൽ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ പൈസ എടുത്ത് തിന്ന് ജീവിക്കുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ അനിയൻ, സഹോദരൻ, പിന്നെ അർജുൻ മരിച്ചത് നന്നായി, ഈ രീതിയിലുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതിനേക്കാൾ അർജുൻ മരിക്കുന്നതാണ് നല്ലതെന്ന് അത്രയും രൂക്ഷമായിട്ട് ഞങ്ങളെ മനസ്സെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളതിൽ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞു. ഇനിയും നമ്മൾ മാധ്യമങ്ങളെ കണ്ട് ഇത് ഈ കമൻ്റ് ഇടുന്നതോടെയോ അവർക്കൊന്നും വേണ്ടിയിട്ടല്ല, ഞങ്ങളെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങളെ കൂടെ നിൽക്കുന്ന, ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറേ പേരുണ്ട്. അവരെ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുള്ളൂ. മറ്റൊരാളെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അവർക്ക് കമൻ്റ് ഇടട്ടെ, അവരെ ജോലി തുടരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഈ 75,000 രൂപ സാലറികൾ ഞാൻ വ്യക്തമായിട്ട് പറയാം, ആ വൈകാരികത ഇദ്ദേഹം ചൂഷണം ചെയ്തു. പല രീതിയിൽ നിന്ന്, പല കോണിൽ നിന്നും ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു ഫണ്ട് പോലും ഇതുവരെ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അങ്ങനെ ഫണ്ട് സ്വീകരിക്കുകയും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു ആവശ്യകതയില്ല. ഇപ്പോൾ അർജുൻ്റെ കൃഷ്ണപ്രിയയ്ക്കാണെങ്കിലും മോനായാലും ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ അമ്മയും കുടുംബത്തിൻ്റെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഞങ്ങൾ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരുമിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയതും. അതേ രീതിയിൽ തന്നെ ഈ കുടുംബത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. തങ്ങളുടെ വൈകാരിക നിമിഷങ്ങൾ പരസ്യപ്പെടുത്തി മറ്റുള്ളവർക്ക് മുൻപിൽ സഹതാപ തരംഗം സൃഷ്ടിക്കുന്നതാണ് മനാഫിന്റെ പ്രവൃത്തികളെന്നാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ഇതിനിടെ ഇന്ന് കോഴിക്കോട് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിലും മനാഫ് പങ്കെടുത്തു. ആ ദുരന്തത്തിൽ തിരിച്ച് എന്താ കിട്ടുമോ എന്ന് പോലും അറിയാത്ത ആ അപകടത്തിൽപ്പെട്ട മകനെ അവന്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് എത്തിക്കുമെന്ന് പറയുന്ന ആ ഉറച്ച വിശ്വാസ, ആ തണ്ടയുടെ അല്ലെ വാക്കിന്റെ ഫലം അദ്ദേഹം 72 നാളിൽ കാണിച്ചു എന്ന് പറയുന്നതാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഏറെ ആവേശത്തോടുകൂടി ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതിനുള്ള ഒരു ഉത്തേജനം എനിക്ക് ലഭിച്ചത്. എന്റെ അമ്മ പോലും 86 വയസ്സുള്ള അമ്മ പോലും പറയുന്നു ആ മോനെ ഒന്ന് കാണണം. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ നടയിൽ ഈ തിരുമുറ്റത്ത് അദ്ദേഹത്തെ വിളിച്ചു ചേർക്കണമെന്ന് എനിക്ക് ചിന്ത വന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഞങ്ങൾ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്നുകൂടി പറയാനുണ്ട്. ഏതാണ്ട് 1600ഓളം ജീവനക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിവിധ മേഖലകളിൽ. അപ്പോൾ ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെ ഉദാത്തമായ സ്നേഹബന്ധമാണ് അദ്ദേഹം ഈ ശിരൂരിൽ കാണിച്ചത് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു കേവലം ലോറി ഉടമയാണെങ്കിൽ എന്റെ ഡ്രൈവറായിരിക്കുന്ന ഒരു തൊഴിലാളിക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ലളിതമായി കണ്ടില്ല. പകരം ആ തൊഴിലാളിയെ ജീവനോടെ ലഭിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ജീവനില്ലാതെയായാലും അദ്ദേഹത്തെ ലഭിക്കണമെന്നതിനു വേണ്ടിയാണ് അദ്ദേഹം 72 ദിവസക്കാലം അവിടെ സമയം ചെലവാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തൊഴിലാളി മുതലാളി സ്നേഹബന്ധത്തിന്റെ കഠിനമായിരിക്കുന്ന ഒരാവേശം അല്ലെങ്കിൽ അതിന് പ്രതിരൂപമായി വേറെ ഒരു പേര് പറയാൻ എന്റെ മനസ്സിലില്ലെന്ന് ഞാൻ പറയാം.